بسم الله الرحمن الرحيم نون والقلم وما يسطرون ما أنت بنعمة ربك بمجنون وإن لك لأجرا غير ممنون وإنك لعلى خلق عظيم فستبصر ويبصرون بأيكم المفتون إن ربك هو أعلم بمن ضل عن سبيله وهو أعلم بالمهتدين فلا تطع المكذبين ودوا لو تدهن فيدهنون ولا تطع كل. السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. ومن أضل ممن يدعو من دون الله من لا يستجيب له إلى يوم القيامة وهم عن دعائهم غافلون. وإذا حشر الناس كانوا لهم أعداء وكانوا بعبادتهم كافرين. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഈ വാക്കുകൾ ശ്രദ്ധിക്കുന്ന മുസ്ലിം സഹോദരന്മാരെ, എല്ലാ സംഘടനകളെയും പ്രതിനിധീകരിക്കുകയും അനുഭാവം പുലർത്തുകയും ചെയ്യുന്ന നല്ലളത്തെ മാന്യ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് തഖ്വ കൈവിടാതെ ജീവിക്കാൻ ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ആത്മാർത്ഥമായി പരിശ്രമിക്കണമെന്നാണ് ആമുഖമായി ഓർമ്മപ്പെടുത്തുവാനുള്ളത്. നമ്മളൊക്കെ 2 ദിവസത്തെ പണിമുടക്കിൻ്റെ അവസാന മണിക്കൂറുകളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ പ്രത്യേകിച്ച് ജോലികളൊന്നുമില്ല, അവധി ആഘോഷിക്കുകയാണ് പല ആളുകളും. അത്തരമൊരു സന്ദർഭത്തിലാണ് നമ്മൾ ഈ ആദർശ വിശദീകരണവുമായി ഇങ്ങനെ ഒരു യോഗം സംഘടിപ്പിച്ചിട്ടുള്ളത്. മാന്യ ശ്രോതാക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ വിഷയം തീരുന്നതുവരെ ശ്രദ്ധിച്ചു കേൾക്കുകയും എന്താണ് മുജാഹിദ് പ്രസ്ഥാനത്തിൽ സംഭവിച്ചതെന്നും ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്നും നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം. അത് പക്ഷപാതിത്വമില്ലാതെ നിഷ്പക്ഷമായി വിലയിരുത്താൻ നിങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് ആദ്യമായി ഓർമ്മപ്പെടുത്തുവാനുള്ളത്. നല്ലോണം പോലെ മുജാഹിദ് പ്രസ്ഥാനത്തിന് പണ്ടേ വേരോട്ടമുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനെയൊരു ആദർശ സമ്മേളനം വെക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ് എന്ന്
ഇവിടെ കൂടിയ ഭൂരിഭാഗം ആളുകൾക്കും തിട്ടമുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. കഴിഞ്ഞ KNM ഇലക്ഷനോടനുബന്ധിച്ച് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ സംഘടനാ നേതൃത്വം പിടിച്ചെടുക്കാൻ വേണ്ടി അബ്ദുറഹ്മാൻ സലഫിയുടെയും TP അബ്ദുള്ളക്കോയ മദനിയുടെയും മറ്റു നേതൃത്വത്തിൽ ഒരു കോക്കസ് നടത്തിയ ഗ്രൂപ്പ് കളിയുടെയും അതിൻ്റെ ഫലമായി KNM പ്രവർത്തകർക്കിടയിൽ ഉണ്ടായ ചേരിതിരിവിൻ്റെയും ഫലമായി ഈ പ്രസ്ഥാനം സമൂഹ മധ്യത്തിൽ അവഹേളിക്കപ്പെടുകയും മുജാഹിദ് ആദർശം തന്നെ തെറ്റിദ്ധരിക്കപ്പെടുകയും ചെയ്ത ദുഃഖകരമായ ഒരു സാഹചര്യത്തിലാണ് നാം ഇങ്ങനൊരു യോഗം ഈ പ്രദേശത്ത് സംഘടിപ്പിക്കേണ്ടി വന്നത്. ഇതിവിടെ മാത്രമല്ല, കഴിഞ്ഞ സെപ്റ്റംബർ 8 മുതൽ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി ഏതാണ്ട് 100ഓളം വിശദീകരണ യോഗങ്ങൾ ഇപ്പോൾ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. മുജാഹിദ് പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ ഈ പ്രസ്ഥാനത്തിൽ മെമ്പർമാരല്ലാത്ത അനുഭാവികളായി പുറത്തുണ്ട്. അന്ധവിശ്വാസ അനാചാരങ്ങൾക്കെതിരിൽ പോരാടുന്ന ഈ പ്രസ്ഥാനം ഈ നാട്ടിൽ നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്ന ഒരുപാട് നല്ല മനുഷ്യർ ഈ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. അവരൊക്കെ വേദനിച്ചുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളാണ് വാസ്തവത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 10 വർഷം മുമ്പ് മടവൂർ ഹുസൈൻ മൗലവിയുടെ നേതൃത്വത്തിൽ കുറച്ചാളുകൾ ഈ സംഘടനയിൽ നിന്ന് പിരിഞ്ഞുപോയി. 35 പേർക്കെതിൽ നടപടിയെടുത്തപ്പോൾ അവർക്ക് തിരിച്ചു വരാൻ സൗകര്യമുണ്ടായിട്ടും പിറ്റേ ദിവസം പത്രത്തിലൂടെ ഭൂരിഭാഗവും എൻ്റെ കൂടെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പത്രപ്രസ്താവന ഇറക്കുകയും KNM-ന് ബദലായി ഞങ്ങൾ NMK ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ISM-ന് ഞങ്ങൾ സ്വന്തം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, മർക്കസുദ്ദഅവയും ശബാബും പുടവയും ഒക്കെ ഞങ്ങളുടെ കൈവശമാണ് എന്നവകാശപ്പെട്ടുകൊണ്ട് ഞങ്ങളൊരു പുതിയ ചിന്താധാരയുമായി പ്രസ്ഥാനത്തിനകത്ത് ഒരുപാട് കാലമായി സംഘടനത്തിലായിരുന്നു. ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കുന്ന പുരോഗമന ധാരക്കാരാണ് ഞങ്ങൾ. അവിടെയുള്ളവർ പിന്തിരിപ്പന്മാരും ജിന്നും സിഗറും ശൈത്താനും ഒക്കെ വിശ്വസിക്കുന്ന പഴഞ്ചന്മാരുമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് മടവൂർ വിഭാഗം പുറത്തുപോയത്. എന്താണെന്ന് സംഭവിച്ചത് എന്ന് മുജാഹിദ് പ്രവർത്തകരിൽ സജീവരായ ആളുകൾക്കൊക്കെ ഇന്നും അറിയാം. അഭിപ്രായ വ്യത്യാസം ഉരുണ്ടുകൂടുകയും വിശദീകരണ യോഗങ്ങൾ നടക്കുകയും ചെയ്തപ്പോൾ KNM-ഉം KJ-യും മധ്യസ്ഥ റോളിൽ നിലകൊള്ളുകയും രണ്ടു കൂട്ടരോടും ഒരു പ്രബന്ധം അവതരിപ്പിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഞങ്ങൾ പ്രബന്ധം അവതരിപ്പിച്ചു, മറുവിഭാഗവും പ്രബന്ധം അവതരിപ്പിച്ചു. വായിച്ച് കേൾപ്പിച്ച ശേഷം ഞങ്ങളുടെ പ്രബന്ധം അവർക്കും അവരെ പ്രബന്ധം ഞങ്ങൾക്കും കൈമാറി. അടുത്ത സിറ്റിങ്ങിൽ അവരെ പ്രബന്ധത്തിന് ഞങ്ങൾ മറുപടി, ഞങ്ങളെ പ്രബന്ധത്തിന് അവർ മറുപടി, അങ്ങനെ 4 പ്രബന്ധം. അത് കഴിഞ്ഞ് ജമിയത്തുൽ ഉലമയുടെ മുമ്പിൽ രണ്ടു കൂട്ടരും വാദപ്രതിവാദം സംവാദം തന്നെ നടത്തി. ഇതെല്ലാം കേട്ട ശേഷം ജമിയത്തുൽ ഉലമ രാവും പകലും ഒരുമിച്ച് ദീർഘമായ മീറ്റിംഗ് നടത്തി 18 തീരുമാനങ്ങൾ എടുത്തു. ആ 18 തീരുമാനങ്ങൾ രണ്ടു കൂട്ടരും ഒപ്പിട്ട് കെട്ടിപ്പിടിച്ച് സന്തോഷത്തോടെ പിരിഞ്ഞു. ആ 18 തീരുമാനങ്ങൾ ഓരോ യൂണിറ്റുകൾക്കും അയച്ചു കൊടുത്തു. ഇത് വായിച്ചു നോക്കി വിശദീകരണം കേട്ടാൽ ഏതൊരാൾക്കും എന്താണ് 2002 പ്രസ്ഥാനത്തിൽ ഉണ്ടായത് എന്ന് ഇന്നും മനസ്സിലാക്കാൻ സാധിക്കും. ഈ 18 തീരുമാനങ്ങളെ അട്ടിമറിച്ചുകൊണ്ടും ഈ 18 തീരുമാനങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ടുമുള്ള ഒരു പുസ്തകം, നീലപുസ്തകം എന്ന പേരിൽ കുപ്രസിദ്ധമായ മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഭിന്നിപ്പ് എന്ന പേരിൽ പിന്നീട് MI സുല്ലമിയുടെ പേരിൽ ഇറക്കിയ പുസ്തകം. ആ പുസ്തകവും ഇതോട് ചേർത്ത് വായിച്ചാൽ അന്നിറങ്ങിയ ലഘുലേഖകളും നോട്ടീസുകളും ഒക്കെ എടുത്താൽ എന്തായിരുന്നു പ്രസ്ഥാനത്തിൽ സംഭവിച്ചത് എന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ഒരു സ്വാഭാവികമായ വേർപിരിയലായിരുന്നു യഥാർത്ഥത്തിൽ അത് എന്ന് ഇന്നും അന്നും വിശ്വസിക്കുന്ന ആളുകൾ ധാരാളമുണ്ട്. ഒരു പിളർപ്പ് സ്വാഭാവികമായും പലർക്കും വിഷമമുണ്ടാകുമെങ്കിലും പിരിഞ്ഞു പോയവർ പറഞ്ഞത് ഞങ്ങൾ വേറെ ചിന്താധാരയും വേറെ ആദർശക്കാരുമാണ്, ഞങ്ങൾ ഈ ആദർശം അവിടെ നടപ്പിലാക്കാൻ പരമാവധി ശ്രമിച്ചിട്ടും അവിടുത്തെ പിന്തിരിപ്പന്മാരായ നേതൃത്വം അതിന് സമ്മതിച്ചില്ല. അവരുടെ ജീർണതകളെ ഞങ്ങൾ ചോദ്യം ചെയ്തു. ഒരു തിരുത്തൽ ശക്തിയായി നിൽക്കാൻ ഞങ്ങൾ ശ്രമിച്ചപ്പോൾ ഞങ്ങൾ പുറത്തായി എന്നാണ്. എന്നാൽ സുഹൃത്തുക്കളെ, ഇന്ന് എന്താണ് പ്രസ്ഥാനത്തിൽ സംഭവിച്ചത്? ഈ രൂപത്തിലുള്ള എന്തെങ്കിലും ഒരു വിശദീകരണം നൽകാൻ സംസ്ഥാന നേതൃത്വത്തിന് കഴിയോ?
ആദ്യം പുറത്താക്കപ്പെട്ട ആളാണ് ഞാൻ. എന്നെക്കുറിച്ച് എന്താ പറഞ്ഞത്? പ്രഖ്യാപിത ആദർശങ്ങൾക്കും പ്രബോധന മര്യാദക്കുമെതിരായി പുളിക്കൽ പ്രസംഗിച്ചു. ആ പ്രസംഗം ഒന്ന് പുറത്തുവിടാൻ ഇന്ന് സംസ്ഥാന കമ്മിറ്റിക്ക് ധൈര്യമുണ്ടോ? എന്നിട്ട് ആ പ്രസംഗത്തിൽ ഇന്നത് ഖുർആനിനും സുന്നത്തിനും എതിരാണ്, അല്ലെങ്കിൽ സലഫി പ്രസ്ഥാനത്തിന്റെ പ്രഖ്യാപിത ആദർശത്തിനെതിരാണ് എന്ന് പറയാൻ അവർക്ക് സാധിച്ചിട്ടുണ്ടോ? സാധ്യമല്ല. പിന്നീട് ഇങ്ങോട്ട് ഇപ്പൊ നോക്കൂ, 20 ആളുകളുടെ ലിസ്റ്റാണ് ഇപ്പൊ അടുത്ത ദിവസം പത്രത്തിൽ വന്നത്. ഹുസൈൻ സലഫി മുതൽ CP സലീം വരെയുള്ള 20 ആളുടെ ലിസ്റ്റ്. ഇങ്ങനെ നിത്യേന എന്നോണം അച്ചടക്ക നടപടിയും പുറത്താക്കലുമായിട്ട് ലെറ്റർ പാഡും സീലും ഉപയോഗിച്ച് തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരെയൊക്കെ പുറത്താക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ചു ദിവസം കഴിഞ്ഞാൽ ഇതുവരെയായി പുറത്താക്കിയതിൽ ബാക്കിയുള്ളവർ എന്ന് പറഞ്ഞിട്ടൊരു ലിസ്റ്റ് അടുത്ത് തന്നെ നമുക്ക് പത്രത്തിൽ വായിക്കാൻ സാധിക്കും. ആ രീതിയിലേക്കാണ് പുറത്താക്കൽ നടപടികളുമായി ഇവർ മുന്നോട്ട് പോകുന്നത്. വാസ്തവത്തിൽ ഇപ്പോൾ പ്രസ്ഥാനത്തിൽ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഹുസൈൻ മടവൂരും കൂട്ടരും പുറത്തു പോയപ്പോൾ അവരുടെ കൂടെ പോകേണ്ട ചില ആളുകൾ ചില കാരണങ്ങളാൽ ഇതിനകത്ത് വിട്ടുപോയി. എന്നാൽ അവരെ ആദർശം തിരുത്തിയോ? തിരുത്തിയില്ല. സലഫി മൻഹജി എന്ന പ്രഖ്യാപിത തത്വം അത് കടലാസിൽ നിന്ന് ജീവിതത്തിലേക്ക് പകർത്തിയ ഒരുപാട് മനുഷ്യന്മാർ, യുവാക്കളും വിദ്യാർത്ഥികളും മുതിർന്നവരുമായ ഒരുപാട് ആളുകൾ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ഒരുപാട് പഠിക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്തു. മടവൂർ വിഭാഗം ജിന്നും സിഹറും പറഞ്ഞ് കഴിഞ്ഞ 10 വർഷം വഴിമുടക്കാൻ ശ്രമിച്ചെങ്കിലും യഥാർത്ഥ സലഫി മൻഹജിന്റെ അടിസ്ഥാനത്തിലുള്ള മുന്നേറ്റത്തെ തടഞ്ഞു നിർത്താൻ അവർക്ക് സാധിച്ചില്ല. അവരിറക്കിയ കള്ളക്ലിപ്പിന്റെ സീഡികളോ അവരിറക്കിയ ഡോക്യുമെന്ററികളോ മുജാഹിദുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ സാധിച്ചില്ല. അങ്ങനെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വളർച്ചയുടെ ഗ്രാഫ് രേഖപ്പെടുത്തിയ ഒരു കാലമാണ് കഴിഞ്ഞ 10 വർഷം. എറണാകുളം ചങ്ങരംകുളം സമ്മേളനങ്ങൾ, 2 സാൽവേഷനുകൾ, അതുപോലെ തന്നെ വിവിധങ്ങളായ കാമ്പയിനുകൾ മുജാഹിദ് പ്രസ്ഥാനം ദഅ്വാരംഗത്ത് നിറഞ്ഞു നിന്ന കാലം. അതിൽ അസൂയ പൂണ്ട മടവൂർ വിഭാഗം ഒരു ചാരണ ഏർപ്പെടുത്തി അവർ പ്രചരിപ്പിച്ചിട്ട് ആളുകൾക്കിടയിൽ ക്ലച്ച് പിടിക്കാത്ത കള്ളക്ലിപ്പുകളുടെ CD KKP അബ്ദുള്ള എന്ന ചാരൻ വശം എത്തിച്ചു. അയാൾ ആദ്യം തൻ്റെ മേഖലയിലും പിന്നെ കണ്ണൂർ ജില്ലയിലും പിന്നെ അബ്ദുൽ ലത്തീഫ് വെള്ളൂർ എന്ന പയ്യന്നൂർക്കാരൻ മുഖേന KNMന്റെ കൗൺസിലിലും അവർ അത് വിതരണം ചെയ്തു. KNMന്റെ ഇലക്ഷൻ 2011 ആഗസ്റ്റിൽ പ്രഖ്യാപിച്ചപ്പോൾ അതിൻ്റെ 3 മാസം മുമ്പ് തന്നെ ജൂൺ മാസത്തിൽ ഒരു ഗ്രൂപ്പ് മീറ്റിംഗ് CD ടവറിൽ ചേർന്നു. അബ്ദുറഹ്മാൻ സലഫിയും നൂർഷയും വിളിച്ചു ചേർത്ത ഗ്രൂപ്പ് മീറ്റിംഗ്. അതിൽ നാണി ഹാജിയുണ്ട്, കാദറാജിയുണ്ട്, അതുപോലെ തന്നെ അനീഫ് കായക്കൊടിയും അനസുമുണ്ട്, KV അബ്ദുൽ ലത്തീഫ് മൗലവിയും പാലത്തുമുണ്ട്, നിയമത്തുള്ള ഫാറൂഖിയും സമദ് സുല്ലമിയും അതുപോലെ തന്നെ മായിക്കുട്ടി സുല്ലമിയുമുണ്ട്, അബ്ദുൾ റസാഖ് ബാഖവിയുണ്ട്. അവിടെ നടന്ന ഗൂഢാലോചനയ്ക്ക് ശേഷമാണ് ജമിയത്തുൽ ഉലമ ആദർശ വിശദീകരണം എന്ന പേരിൽ ജൂൺ മാസത്തിൽ ആരംഭിച്ച തെരഞ്ഞെടുപ്പ് പ്രചാരണം യഥാർത്ഥത്തിൽ ഇവർ ഉണ്ടാക്കിയത്. മുജാഹിദുകളിൽ ഒരു വിഭാഗം ശിർക്കിലേക്ക് പോയിരിക്കുന്നുവെന്ന് പച്ചക്ക് പ്രഖ്യാപിച്ചുകൊണ്ട് അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ പാടുണ്ടോ പാടില്ലേ എന്നൊരു ചർച്ച നമ്മളിൽ ഉണ്ടെന്ന് ഇല്ലാത്ത കളവ് പറഞ്ഞുകൊണ്ട് മുജാഹിദുകളെ ചേരിതിരിക്കുകയും അങ്ങനെ KNM ഇലക്ഷൻ, ശാഖാ ഇലക്ഷൻ മുതൽ സംസ്ഥാന ഇലക്ഷൻ വരെ വാദവിവാദങ്ങളും ബഹളങ്ങളുമാവുകയും അങ്ങനെ ഒരു കോക്കസ് സംസ്ഥാന നേതൃത്വം ഗ്രൂപ്പ് കളിയിലൂടെ കയ്യിലൊതുക്കുകയും ചെയ്തു. അതാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ സംഭവിച്ചത്. അങ്ങനെ സംഘടന പിടിച്ചെടുത്ത ശേഷം അധികാരത്തിന്റെ ദണ്ടുപയോഗിച്ച് അവർക്ക് ഇഷ്ടമില്ലാത്തവരെയൊക്കെ പുറത്താക്കിക്കൊണ്ട് ഇരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കാലത്തും KNM ഇലക്ഷനോടനുബന്ധിച്ചും അവർ കളിച്ച കളികൾക്ക് ന്യായീകരണം ഉണ്ടാക്കാൻ 2011 ഡിസംബറിലും 2012 ജനുവരിയിലും ഒരു ദൗറ എന്ന പേരിൽ ഒരു ചർച്ച സംഘടിപ്പിച്ചു. 2012 ഫെബ്രുവരിയിൽ ഒരു ഫത്വ പുറപ്പെടുവിച്ചു. ഇതൊക്കെ തങ്ങളുടെ ചെയ്തികൾക്ക് ന്യായീകരണം ഉണ്ടാക്കാൻ വേണ്ടി കോക്കസുകാർ ചെയ്തു കൂട്ടിയ കാര്യങ്ങളായിരുന്നു. പക്ഷെ പിന്നീട് അങ്ങോട്ടുണ്ടായത് മുഴുവനും അച്ചടക്ക നടപടികളും പകവീട്ടലും അവരുടെ അധികാര കസേര ഉറപ്പിക്കുന്നതിന് തടസ്സമായവരെയൊക്കെ മാറ്റി നിർത്തലുമായിരുന്നു. പോയി എവിടെ എത്തിയെന്ന് ചോദിച്ചാൽ 2002 മുതൽ മടവൂർ വിഭാഗം എന്തൊക്കെയാണോ പറഞ്ഞിരുന്നത് അതൊക്കെ അക്ഷരത്തിൽ പോലും മാറ്റമില്ലാതെ പറയുന്ന ഒരു കൂട്ടരായി ഇപ്പോൾ ഈ കോക്കസ് മാറിക്കഴിഞ്ഞു. യാതൊരു സംശയവുമില്ല. ഒരു പടി കൂടി മുന്നോട്ട് കടന്ന് മീഡിയ വൺ എന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ചാനലിന് ഹംദും സ്വലാത്തും ചൊല്ലി ആശംസ പറഞ്ഞ് ഉംറക്ക് പോയ TP അബ്ദുള്ള കോയ മദനി ആശംസ പറയാൻ ആളെ ഏൽപ്പിച്ച് ആ രൂപത്തിൽ ജമാഅത്തെ ഇസ്ലാമിയോട് വരെ കൈകോർക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. ഈ സമ്മേളനം കഴിഞ്ഞിട്ട് പ്രബോധനത്തിൽ എഴുതിയത് എന്താ? മറ്റു സമ്മേളനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി
ഒരിക്കലും തന്നെ മുജാഹിദുകളല്ലാത്ത ഒരു വിഭാഗത്തെയും വിമർശിക്കുന്ന ഒരു പരാമർശവും സമ്മേളനത്തിൽ ഉണ്ടായില്ല എന്നത് എടുത്തു പറയേണ്ട കാര്യമാണെന്നാണ് പ്രബോധനക്കാർ പറയുന്നത്. സമ്മേളനം കഴിഞ്ഞിട്ട് സംസ്ഥാന പ്രസിഡന്റിന്റെ അഭിമുഖം പ്രബോധനത്തിൽ വന്നു, നിങ്ങൾ വായിച്ചു കാണും. അതിൻ്റെയൊക്കെ തുടർച്ചയായിട്ടാണ് മീഡിയ വൺ എന്ന് പറയുന്ന ഒരു ചാനലിൽ എന്തൊക്കെ ഉണ്ടാവുക വരാനിരിക്കുന്ന കാര്യമാണ്. ഏതായാലും സിനിമയും സീരിയലും അതുപോലെ തന്നെ മറ്റു പല വൃത്തികേടുകളും ഹലാലായി കാണുന്ന ഒരു കൂട്ടരാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് മുജാഹിദുകൾക്ക് എല്ലാവർക്കും അറിയാം. സർവോപരി മുജാഹിദ് പ്രസ്ഥാനത്തെ കുത്തിപ്പറയാനും മുജാഹിദ് പ്രസ്ഥാനം മുന്നോട്ട് വെച്ചിട്ടുള്ള പ്രവർത്തനങ്ങളെ കൊച്ചാക്കി കാണിക്കാനും ഇതപര്യന്തം ശ്രമിച്ചു പോന്നിട്ടുള്ള കുൽസിത പ്രവർത്തനങ്ങൾ എമ്പാടും നടത്തിയ ജമാഅത്തെ ഇസ്ലാമി അവർക്ക് ആശംസ പറയുന്നിടത്തേക്ക് ഇപ്പോൾ ഈ പ്രസ്ഥാനം എത്തി എന്ന് പറഞ്ഞാൽ ഏതൊരു ലക്ഷ്യത്തിലാണോ മുജാഹിദ് പ്രസ്ഥാനം സ്ഥാപിക്കപ്പെട്ടത് അതിന്റെ നേർ വിപരീത ദിശയിലേക്ക് ഈ പ്രസ്ഥാനത്തെ കൊണ്ടുപോകുന്ന ഒരു സംഘമാണ് ഇന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിലുള്ളത് എന്ന് ആളുകൾക്ക് മനസ്സിലായിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് വരും നാളുകളിൽ അത് കൂടുതൽ വ്യക്തമാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഞാൻ എൻ്റെ പരിമിതമായ സമയത്തിനകത്തു നിന്ന് പല വിഷയങ്ങളും പറയേണ്ടതുള്ളത് കൊണ്ട് ദീർഘിച്ച വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ല. ആവശ്യമെങ്കിൽ ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് നല്ലളത്ത് സംസാരിക്കാവുന്നതാണ്. ഞാൻ ആദ്യമായി നിങ്ങളെ കാണിക്കാൻ പോകുന്ന ക്ലിപ്പ് മുജാഹിദ് പ്രസ്ഥാനത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് പി.കെ. അഹമ്മദ് സാഹിബ് മീഡിയ വൺ ചാനലിന്റെ ഉദ്ഘാടനത്തിൽ കൊടുത്ത ആശംസയാണ്. ഏതു ദിശയിലേക്കാണ് മുജാഹിദ് പ്രസ്ഥാനത്തെ ഇവർ കൊണ്ടുപോകുന്നത് എന്ന് അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. നല്ലവണ്ണം ശ്രദ്ധിക്കുക. KNM സംസ്ഥാന വൈസ് പ്രസിഡന്റും വ്യവസായ പ്രമുഖനുമായ ജനാബ് പി.കെ. അഹമ്മദിനെ ആശംസകൾക്കായി ക്ഷണിച്ചുകൊള്ളുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസ്സലാത്തു വസ്സലാമു റസൂലിൽ കരീം വഅലാ ആലിഹി വസഹബി അജ്മഈൻ. അമ്മാ ബഅദ്. ഈ ചടങ്ങിന്റെ അധ്യക്ഷൻ എൻ്റെ പ്രിയങ്കരനായ ആരിഫ് അലി സാഹിബ് അവരുകളെ, സ്വാഗതം ആശംസിച്ച മീഡിയ വണ്ണിന്റെ MD അബ്ദുൽസലാം അവരുകളെ, വേദിയിലെ എൻ്റെ പ്രിയ സ്നേഹിതൻ മാധ്യമത്തെ ചുക്കാൻ പിടിക്കുന്ന അബ്ദുറഹ്മാൻ സാഹിബ് അവരുകളെ, എൻ്റെ പ്രിയങ്കരനായ ആദരണീയായ ഞാൻ എന്നും സ്നേഹിക്കുന്ന സിദ്ദീഖ് ഹസൻ സാഹിബ് അവരുകളെ, എൻ്റെ പഴയ സുഹൃത്തുമായ VK അബ്ബാസ് സാഹിബ് അവരുകളെ, വേദിയിലെയും സരസിലെയും പക്കൽപ്പരെ സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും. വളരെയധികം സന്തോഷവും ചാരിതാർത്ഥ്യമുള്ള പ്രൗഢഗംഭീരമായ ചടങ്ങിൽ ആശംസ അർപ്പിക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷവും അതിൻ്റെ അഭിമാനവുമുണ്ട്. ഞാൻ 1987 തുടങ്ങിയ മാധ്യമപത്രത്തിൻ്റെ ഒരു അഭ്യുതകാംക്ഷി എന്ന് തുടങ്ങി ഈ മാധ്യമ കുടുംബത്തിൻ്റെ ഒരു അംഗമായിട്ടാണ് ഞാൻ മാധ്യമത്തിനെ കാണുന്നത്. ഞാൻ എന്നും പറയാൻ ആഗ്രഹിക്കുകയാണ്, എനിക്ക് മനോരമയോടും മാതൃഭൂമിയോടും കിടപിടിച്ച് നിൽക്കാൻ ഒരു പത്രം ഉണ്ടെങ്കിൽ മാധ്യമം എന്ന് പറഞ്ഞാൽ യാതൊരു സംശയവുമില്ല. അങ്ങേയറ്റം അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ് ഈ കാര്യത്തിൽ. വളരെ വളരെ നേരായ മാർഗത്തിൽ കൂടി നേരായ വാർത്തകൾ കൊടുക്കാൻ ധൈര്യം കാണിക്കുന്ന ഈ മാധ്യമത്തിൻ്റെ തൊപ്പിയിൽ ഒരു പുതിയ തൂവൽ കൂടി ഇന്ന് തുടങ്ങാൻ പോവുകയാണ്. നേരും നന്മയുമുള്ള മീഡിയ വൺ. ആ മീഡിയ വൺ ഒരു മാറ്റത്തിൻ്റെ തുടക്കത്തിൻ്റെ ഒരു മഹാസംഭവമായി മാറട്ടെ എന്ന് അല്ലാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. ഞാൻ പ്രതിദാനം ചെയ്യുന്ന കേരള നൗത്തുൽ മുജാഹിദിൻ്റെ വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ ഇന്ന് ആശംസകൾ അർപ്പിക്കേണ്ടത് TP അബ്ദുൽ ഖാദർ മദനിയാണ്. അദ്ദേഹം ഉംറയ്ക്ക് പോയതുകൊണ്ട് പ്രത്യേകം എന്നെ വിളിച്ച് പറഞ്ഞാണ്, അഹമ്മദ് എന്തായാലും പോകണം. അഹമ്മദ് പോവും, പേഴ്സണലായിട്ട് പോവും, പക്ഷേ കേരള നൗത്തുൽ മുജാഹിദിൻ്റെ പ്രതിനിധിയായിട്ട് അഹമ്മദ് പോയി. ഞങ്ങൾ ആശംസ അർപ്പിക്കണം. ഞാൻ ആ ചടങ്ങ് കൂടി ഈ അവസരത്തിൽ ഓർമ്മിക്കുകയാണ്. കേരള നൗത്തുൽ മുജാഹിദിൻ്റെ എല്ലാവിധ പിന്തുണയും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് കൂടുതൽ ഈ സംരംഭത്തിന് എല്ലാവിധ നന്മകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. കേട്ടല്ലോ നിങ്ങൾ, ഹംദും സലാത്തും ചൊല്ലി അള്ളാഹിനോട് പ്രാർത്ഥിക്കുകയാണ് മീഡിയ വൺ ചാനൽ എന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ചാനൽ നിലനിൽക്കാൻ. മൂപ്പര് മക്കത്ത് പോയി പ്രാർത്ഥിക്കുകയാണ് TP. അവിടുന്ന് വിളിച്ചു പറയാണ് ആശംസ പറയണമെന്ന്. യഥാർത്ഥത്തിൽ ഏതൊരു തരം ആളുകളെയാണ് ഇവരിപ്പോൾ കാണുന്നത്, ഇവരിപ്പോൾ രംഗത്ത് കൊണ്ടുവരുന്നത് എന്ന് ഈ ഒരൊറ്റ സംഗതി നിങ്ങൾ നോക്കിയാൽ മതി. എന്തുകൊണ്ടാണ് ഇവർ പല പ്രഭാഷകന്മാരെയും പുറത്താക്കുന്നത്?
ഇവരുടെ ഇത്തരം ജീർണതകളെയൊക്കെ ചോദ്യം ചെയ്യുന്ന ആളുകൾ ഇതിനകത്തുണ്ടായിക്കൂടാ. ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചാച്ചും ചരിച്ചും വെക്കാൻ പറ്റിയ ആദർശമല്ല ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെത്. അങ്ങനത്തെ ഒരു എലാസ്റ്റിക് നയമുള്ള ആദർശമാണ് ജമാഅത്തെ ഇസ്ലാമിയുടേത്. ജമാഅത്തെ ഇസ്ലാമിയുടെ എലാസ്റ്റിക് നയത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ശരിയായ തൗഹീദും ശരിയായ സുന്നത്തും ഈ നാട്ടിൽ പ്രചരിപ്പിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളെ ശാഖാപരവും നിസാരവുമായ കാര്യങ്ങളിൽ കടിച്ചു തൂങ്ങി സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്നവരെന്ന് ആക്ഷേപം പറഞ്ഞുകൊണ്ട്, മുജാഹിദ് പ്രസ്ഥാനത്തെ കൊച്ചാക്കിക്കൊണ്ട്, മുജാഹിദ് പ്രസ്ഥാനത്തെ കുത്തിപ്പറഞ്ഞുകൊണ്ട് എന്നും പ്രവർത്തിച്ചു പോന്നിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിക്ക് അവർ തുടങ്ങുന്ന വൃത്തികെട്ട ഒരു ചാനലിന് ആശംസ പറയാൻ അതിനും മക്കത്ത് നിന്ന് TP വിളിച്ചു പറഞ്ഞു. ഇപ്പൊ മനസ്സിലായില്ലേ എന്തിനാണ് പുറത്താക്കുന്നത്, എന്തിനാണ് ചിലർക്ക് അകത്ത് നിർത്തുന്നത് എന്ന്. ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട, തൗഹീദിന് വേണ്ടി കഷ്ടപ്പെട്ട, ദീനീ പ്രവർത്തനം എന്ന നിലയ്ക്ക് ഇതിന് പണവും സമയവും നീക്കിവെച്ച ആളുകളെ കുത്തി നോവിച്ചുകൊണ്ടാണ് ഇവരിപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഇവരിപ്പോൾ ഒരു സാംസ്കാരിക സംഘടനയായി പത്രക്കാർക്കിടയിലും രാഷ്ട്രീയക്കാർക്കിടയിലും സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലുമൊക്കെ തിളങ്ങി നിൽക്കുന്ന ഒരു സംഘടനയായി മാറാനാണ് ഇവർ ആഗ്രഹിക്കുന്നത്. എങ്കിൽ പിന്നെ എന്തിനായിരുന്നു ഹുസൈൻ മടവൂരിനെയും കൂട്ടരെയും പുറത്താക്കിയത്? ഹുസൈൻ മടവൂരിനെയും കൂട്ടരെയും അന്ന് പറഞ്ഞ അവരുടെ അതേ ലൈൻ, ഇഖ്വാനി ലൈനാണ് ജമാഅത്തെ ഇസ്ലാം ഇപ്പോൾ പിന്തുടരുന്നത്. ആ ഇഖ്വാനി ലൈനിൽ ആശംസ പറയാൻ മാത്രം ഇതിന്റെ നേതൃത്വം അധപ്പതിച്ചു എന്നത് തന്നെ. സുഹൃത്തുക്കളെ, ഈ പ്രസ്ഥാനത്തിന്റെ ഇന്നത്തെ ഗതികേട് എവിടെ എത്തിയെന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഒരു ഗ്രൂപ്പ് കഴിഞ്ഞ KNM ഇലക്ഷനിൽ ഗുണ്ടായിസവും നാറിയ ഗ്രൂപ്പ് കളികളും നടത്തിക്കൊണ്ട് ഈ പ്രസ്ഥാനത്തിന്റെ നേതൃത്വം പിടിച്ചെടുത്ത് എന്തിനായിരുന്നു? ഈ പ്രസ്ഥാനം നാളിതുവരെ കാത്തു സൂക്ഷിച്ച ഇതിന്റെ ആദർശ ലൈനിൽ നിന്നും ഇതിനെ തെറ്റിച്ച് ഒരു പുതിയ ദിശയിലേക്ക് ഇതിനെ കൊണ്ടുപോകുവാൻ വേണ്ടി. എക്കാലത്തും ഇസ്ലാഹി പ്രസ്ഥാനത്തെ പണക്കാർ സഹായിച്ചിട്ടുണ്ട്. പക്ഷേ പണക്കാർ പണ്ഡിതന്മാർക്ക് മുകളിൽ നിൽക്കുകയും പണക്കാർ പറയുന്നതിനനുസരിച്ച് ദീനും ആദർശവും മാറ്റുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം ഇത്രയും കാലം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ആ ഒരു ദിശയിലേക്കാണ് ഇപ്പോൾ ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് പറയുമ്പോൾ ചില ആളുകൾ പറയും, പണ്ട് മാർക്സിസ്റ്റ് പാർട്ടിക്കാർക്ക് പണക്കാരോട് ദേഷ്യമായിരുന്നു, ബൂർഷ എന്ന് കളിയാക്കിയിരുന്നു. ഇപ്പൊ അവരൊക്കെ പണക്കാരായപ്പോൾ അത് നിർത്തി. അതുപോലെ നിങ്ങളും നിർത്തുന്നു. ഞങ്ങൾക്കൊരു പണക്കാരനോട് അസൂയയില്ല. പണക്കാരായിരുന്ന ആളുകള് ദീനും ഇഖ്ലാസോടും കൂടി പ്രവർത്തിക്കുന്നവർ ഞങ്ങളുടെ കൂടെയുണ്ട്. ഞങ്ങൾ അവരെ ബഹുമാനിക്കാറുണ്ട്. പക്ഷെ അവരെ നിർത്തേണ്ടടുത്ത് നിർത്തണം. ആദർശം അവരെ ഭോഗത്തിലായിക്കൂടാ. മൗലവി ഇങ്ങനെ പറയണം, മൗലവി അങ്ങനെ പറയണം എന്ന് മൗലാളി പറയുന്നിടത്തേക്ക് പ്രസ്ഥാനത്തിന്റെ അവസ്ഥ എത്തിപ്പെട്ടു എന്നതാണ് ഇന്നത്തെ നാശത്തിനു കാരണമെന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് വ്യവസായ പ്രമുഖരും വൈസ് പ്രസിഡന്റുമായ PK അഹമ്മദ് സാഹിബ്, അയാൾക്ക് സ്വന്തം പള്ളിയിലെ മടവൂരിന്റെ കുത്തുവ മാറ്റാൻ പറ്റിയിട്ടില്ല. അയാളാണിപ്പോ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വലിയ ആളായിട്ട് എന്തെല്ലാം കളികളാ അദ്ദേഹം സമ്മേളന സ്റ്റേജിൽ വെച്ച് കളിച്ചു കൂട്ടിയത്. അതൊന്നും പറയാൻ ഇവിടെ സമയമില്ല. എന്നാൽ ഇപ്പൊ കുറച്ച് ആളുകൾ ഇതെന്തൊക്കെ ജീർണതകൾ ഉണ്ടായാലും സംഘടന പറഞ്ഞതിനെ നമ്മൾ ചോദ്യം ചെയ്യാതെ അനുസരിക്കണം. സംഘടനയുടെ നേതാക്കൾ പറഞ്ഞ് നമ്മൾ ചങ്ക് തൊടാതെ വിഴുങ്ങണം എന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. നമ്മുടെ ബഹുമാന്യനായ നല്ലളൻ നാസർ, നിങ്ങളുടെ നാട്ടുകാരനും എനിക്ക് വളരെ മുമ്പേ 1981 മുതൽ പരിചയമുള്ള ആളുമാണ്. അദ്ദേഹം സംഘടനാ ഭക്തി കൂടിയിട്ട് അള്ളാഹുവിന്റെ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് സംഘടനയെ ന്യായീകരിക്കുന്ന ക്ലിപ്പാണ് അടുത്ത് നിങ്ങൾ കേൾക്കുന്നത്. ഒന്ന് കേട്ടോളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ മതം, ഞങ്ങൾക്ക് ഞങ്ങളുടെ മതം. അതുകൊണ്ട് തന്നെ നൂറ്റാണ്ടുകളായി നബി അലൈഹിസ്സലാമുകൾക്ക് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള പരമവിശിഷ്ടരായ പ്രവാചകവര്യന്മാർ മുഴുവൻ ജനങ്ങളോട് ആവശ്യപ്പെട്ടത് ഏത് സന്ദർഭങ്ങളിലും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്നതാണ്. ജിന്ന വിവാദക്കാർ മനസ്സിലാക്കേണ്ടത് അമിതമായ വാദങ്ങളെ കൊണ്ട് ഈ പ്രസ്ഥാനത്തെ തട്ടിത്തകർക്കാൻ ആർക്കും സാധ്യമല്ല എന്നതാണ്. ഖുർആൻ പറയുന്നത് അല്ലാഹുവാണ് ഈ പ്രസ്ഥാനത്തെ, ഇവിടെ ഈ പരിശുദ്ധ ഖുർആനിനെയും ഈ കാര്യങ്ങളെയും അല്ലാഹുവാണ് സംരക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആര് പോയാലും ആര് വന്നാലും ഈ പ്രസ്ഥാനത്തെ അല്ലാഹു തന്നെ സംരക്ഷിക്കുമെന്ന് ഖുർആൻ നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്ലാഹി പ്രസ്ഥാനം എന്നത് പ്രവാചകത്തിന് വേണ്ടി പ്രഖ്യാപിച്ചതുപോലെ നീക്കുപോക്കുകൾക്ക് യാതൊരു നിവൃത്തിയുമില്ല, വിട്ടുവീഴ്ചയുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ മതം, നിങ്ങൾക്ക് എനിക്ക് എന്റെ മതം എന്നാണ് ഖുർആൻ നമുക്ക് അറിയിച്ചു തരുന്നത്. ആ രൂപത്തിൽ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും വിശ്വാസത്തെ അടിയുറപ്പിച്ചുകൊണ്ട് നിലനിൽക്കാൻ ഇസ്ലാഹി പ്രവർത്തകർക്ക് സാധിക്കേണ്ടതുണ്ട് എന്ന്
സന്ദർഭവശാൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ സമ്മേളനം അത് ആളെക്കിട്ടാനുള്ളതല്ല. ഈ പ്രഖ്യാപനം ഈ പരമവിശ്വസരായ പ്രവാചകന്മാരുടെ പ്രബോധന കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാനുള്ളതാണ്. ആ സമ്മേളനത്തിലേക്ക് നിങ്ങളുടെ മുഴുവൻ ആളുകളെയും സഹർഷം സ്വാഗതം ചെയ്തുകൊണ്ട് കണ്ടില്ലേ നമ്മുടെ നാസർ മൗലവിന്റെ ആവേശം, ആ പൊളിക്കല്, ആ കോറിയിലേക്ക് വീണിട്ട് അവസാനം ഇയാൾക്ക് സംസാരശേഷി തിരിച്ചു കിട്ടാൻ നമ്മളൊക്കെ ഒരുപാട് ദുആ ചെയ്തിട്ടുണ്ട്. ഇയാൾക്ക് ഇതിനാണോ അള്ളാഹു സംസാരശേഷി തിരിച്ചു വിട്ട് അള്ളാഹിന്റെ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്യാൻ? സംഘടനയെ അള്ളാഹു രക്ഷിക്കും എന്നതിന് ആയത്തോതുക. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. ജിന്നു വിഭാഗം എന്ന് വിളിച്ച് നമ്മൾ ആക്ഷേപിക്കുക. എന്നിട്ട് അബൂജഹലിനോട് റസൂൽ ഓതി ആയത്ത് ലക്കും ദീനുക്കും വലിയ ദീൻ ഓതുക. എവിടെ എത്തിയാള്? ലക്കും ദീനുക്കും വലിയ ദീന്റെ മുമ്പെന്താ സാഹിബ് നിങ്ങൾക്ക് അറിയോ? ഇവിടെ മടവൂർ വിഭാഗവുമായി പ്രശ്നമുണ്ടായ കാലത്ത് അവർ തികച്ചും തൗഹീദിന് വിരുദ്ധമായ ചില ആശയങ്ങൾ ഇവിടെ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചപ്പോ അന്ന് ഞാൻ ആയത്തോതിയപ്പോ നമുക്ക് യോജിക്കാൻ കഴിയില്ലെന്ന് അവർ പ്രഖ്യാപിച്ചപ്പോൾ ഞാനും പറഞ്ഞു എങ്കിൽ നമുക്ക് യോജിക്കാൻ കഴിയില്ല, ലക്കും ദീനുക്കും വലിയ ദീൻ. അന്ന് AP എന്നെ വിളിച്ച് ഉപദേശിച്ചു, അങ്ങനെയൊന്നും ഓതിക്കൂടാ, റസൂലുള്ള അബൂജഹലിനെതിരെ ഓതി ആയത്താണത്. എവിടെ പോയിപ്പോ ലക്കും ജീനുക്കും വലിയ ദീൻ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ ജിന്ന് വിഭാഗം എന്ന് വിളിച്ച് ആക്ഷേപിച്ച് ഇത് പറയാൻ ഇയാൾക്ക് എന്ത് യോഗ്യതയുണ്ട്? ഇയാൾ എന്താണ് ഈ വിഷയം പഠിച്ചത്? ഇയാൾക്ക് ഇന്നത്തെ തർക്കത്തിന്റെ മർമ്മം അറിയുമോ? സംഘടനാ നേതാക്കന്മാരെ മുമ്പിൽ സ്ഥാനം കിട്ടാൻ വേണ്ടി എന്തൊക്കെയാണ് രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കുകയാണ് നാസർ മൗലവി ചെയ്തിട്ടുള്ളത്. അള്ളാഹുവിന്റെ ഖുർആൻ ഞങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്തിട്ടുള്ളത്. നിങ്ങളത് തിരുത്തി പറയണം. സംഘടനാ തഖ്ലീദിന് വേണ്ടി ഒരിക്കലും മുജാഹിദ് പ്രസ്ഥാനം ഇതുവരെയും പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. സംഘടനയുടെ നേതാക്കന്മാർ പറഞ്ഞാലും ഖുർആനിനും ഹദീസിനും എതിരാണോ അത് സ്വീകരിക്കുകയില്ല എന്നിടത്താണ് മുജാഹിദുകൾ അന്നും ഇന്നും എന്നും നിലകൊള്ളുന്നത്. അതിന് വിരുദ്ധമായ ഒരു സംഘടനാ തഖ്ലീദ് അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമാണ് സുഹൃത്തുക്കളെ ഇപ്പോൾ നടക്കുന്നത്. ഈ പ്രസ്ഥാനത്തിന്റെ നിലപാട് എന്തായിരുന്നുവെന്ന് ഇപ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന താല്പര്യങ്ങൾക്ക് വേണ്ടി മറുകണ്ഠം ചാടി MM അക്ബർ പറയുന്നത് കേട്ടോളൂ. ഒരു പണ്ഡിതൻ പറഞ്ഞു എന്നുള്ളത് ഇസ്ലാം ദീനിൽ തെളിവല്ല. നദവത്തുൽ മുജാഹിദീനിന്റെ ഇന്നത്തെ ജനറൽ സെക്രട്ടറി ഒരു കാര്യം പറഞ്ഞു എന്ന് വിചാരിക്കാം, അതിനെതിരെ ഖുർആനും സുന്നത്തും തെളിവ് തരുന്നുവെങ്കിൽ ആ ജനറൽ സെക്രട്ടറിയുടെ വാക്ക് തള്ളിക്കളയണം എന്നും ഖുർആന്റെ സുന്നത്തിന്റെ തെളിവ് സ്വീകരിക്കണം എന്നുമുള്ളതാണ് സലഫുകളുടെ നിലപാട്, നദവത്തിന്റെ നിലപാട്. അതാണ് ഈ പ്രസ്ഥാനത്തെ മറ്റുള്ളവയിൽ നിന്ന് വേർതിരിച്ച് നിർത്തുന്നതും എന്ന് മനസ്സിലാക്കി. കണ്ടില്ലേ, മുജാഹിദ് പ്രസ്ഥാനത്തെ മറ്റുള്ള പ്രസ്ഥാനത്തെ വേർതിരിച്ച് നിർത്തുന്ന KNM ജനറൽ സെക്രട്ടറി പറഞ്ഞാലും അതിനെതിരെ ഖുർആനും ഹദീസും തെളിവ് തരുന്നുണ്ടെങ്കിൽ അതാണ് സ്വീകരിക്കേണ്ടത്. അല്ലാതെ സംഘടന പറഞ്ഞു, KJU പറഞ്ഞു, KNM പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് വിഴുങ്ങി നടക്കുന്ന സ്വഭാവം ഒരിക്കലും മുജാഹിദ് പ്രസ്ഥാനത്തിന് ഇല്ല. എന്നാൽ ആ സ്വഭാവം മാറ്റിയെടുത്ത് ഒരുതരം സംഘടനാ തഖ്ലീദിലേക്ക് ആളുകളെ കൊണ്ടുപോവുകയാണ്. ഇതിനെയാണ് സുഹൃത്തുക്കളെ ഞങ്ങൾ എതിർക്കുന്നത്. ഇപ്പൊ ഞങ്ങളെ കുറിച്ച് ഞങ്ങൾ ഖുറാഫാത്തിലേക്ക് പോയി എന്ന് പറഞ്ഞല്ലോ. ഇപ്പൊ ആരാ ഖുറാഫാത്തിലേക്കും മോഡേണിസത്തിലേക്കും പോയത്? മോഡേണിസവും കുബൂരിസത്തിന്റെ സ്വഭാവങ്ങളൊക്കെ ആർക്കാപ്പുള്ളത്? സക്കരിയ സലാഹിയുടെ പ്രസംഗം കേൾക്കാൻ പോകരുതെന്ന് പറഞ്ഞ് സർക്കുലർ ഇറക്കിയില്ലേ? എന്ന് മാത്രമല്ല, പ്രസംഗത്തിന് പോകുന്നവർക്ക് അച്ചടക്കം ബാധകമാകുമെന്ന് ഭീഷണിപ്പെടുത്തിയില്ലേ? ഇപ്പോഴും പലയിടത്തും സംഘടനാ വിരുദ്ധ പ്രവർത്തനം എന്ന് പറഞ്ഞ് പലരെയും പുറത്താക്കുന്ന എന്താ? സക്കരിയ സലാഹി പ്രസംഗിക്കുന്നിടത്ത് സ്റ്റേജിൽ കയറി, സക്കരിയ സലാഹി പ്രസംഗിക്കുന്നിടത്ത് സദസ്സിലിരുന്നു. ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ സംഘടനാ വിരുദ്ധ പ്രവർത്തനം എന്ന് പറഞ്ഞ് മുദ്ര കുത്തുന്നത്. കേൾക്കരുത്, പോകരുത്, വായിക്കരുത് എന്ന് പോലെയുള്ള ഖുറാഫികളുടെ ആഹ്വാനത്തിലേക്ക് ഇവർ അധപ്പതിക്കാൻ കാരണം എന്തുകൊണ്ടാണ്? ഇവർ ആശയപാപരത്വമാണ്. ഇവർക്ക് തെളിവുണ്ടെങ്കിൽ പറഞ്ഞാൽ പോരെ. എത്ര സ്ഥലത്ത് സുഹൃത്തുക്കളെ നമ്മുടെ പോസ്റ്റർ ഇവർ കീറുന്നു, പച്ചക്ക് കീറുകയാണ്. എന്ന് മാത്രമല്ല, ഈ കോക്കസിന് ആധിപത്യമുള്ളയിടത്ത് നമ്മുടെ പ്രവർത്തകരിന്ന് ഈ കണ്ണൂർ ജില്ലയിൽ ചില പാർട്ടി ഗ്രാമങ്ങളുണ്ട്. ആ പാർട്ടി ഗ്രാമങ്ങളിൽ മെജോറിറ്റി ഉള്ള പാർട്ടി ഏതോ അവരുടെ താന്തോന്നിത്താ നടക്കുക. അത് അവിടെ മറ്റുള്ളവർ വളരെ സഹിച്ചും ക്ഷമിച്ചും പീഡനങ്ങൾ അനുഭവിച്ച് കഴിഞ്ഞുകൂടെ അവസാന സ്ഥലം തന്നെ വിറ്റുപോകും, സ്ഥലത്തിനും കൂടി വില കിട്ടൂല. ആ രീതിയിലേക്ക് പീഡനങ്ങളാണ് ഇപ്പോൾ നമ്മളെ പല പ്രവർത്തകരും ഈ കോക്കസിന് സ്വാധീനമുള്ളിടത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പോസ്റ്റർ കീറുക, പെർമിഷൻ മുടക്കുക, അതുപോലെ തന്നെ കുട്ടികളെ വാപ്പമാർ വീട്ടിൽ നിന്ന് പുറത്താക്കുക. എന്താ വാപ്പാന്റെ ശിർക്കാരോപണത്തിന് മകൻ നിന്നു കൊടുക്കാത്തതിന്റെ പേരിൽ വീട്ടിൽ നിന്ന് ഇറക്കി വിടുക, പോലീസ് സ്റ്റേഷൻ സ്വാധീനിച്ച് പരിപാടി മുടക്കാൻ നോക്കുക. എന്തെല്ലാം കുതന്ത്രങ്ങൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ആ കുതന്ത്രങ്ങൾ കൊണ്ടൊന്നും ഈ ആദർശത്തെ തോൽപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങളുടെ കൂടെ ആദർശമില്ല, നിങ്ങളുടെ കൂടെ ഉള്ളത് കുതന്ത്രവും കുത്തിത്തിരിപ്പും മാത്രമാണ്.
ഇപ്പൊ ചില ആളുകൾ പറയുന്നത് സക്കരിയ സലാഹിയും മറ്റു ചിലരും പല പുതിയ ആദർശങ്ങളും ഈ പ്രസ്ഥാനത്തിലേക്ക് കടത്തിക്കൂട്ടാൻ ശ്രമിച്ചു. ചില ശിർക്കിന്റെ വാദങ്ങൾ ഇവിടെ കൊണ്ടുവന്നു, അതുകൊണ്ടാണ് നടപടിയെടുത്തതെന്ന. എന്നാ നിങ്ങളൊന്ന് കേൾപ്പിച്ചു തരൂ, എന്റെ ഷോക്കോസ് നോട്ടീസ് ഒന്ന് വായിച്ചു തരൂ, ഞാൻ ശിർക്കിലേക്ക് പോയി എന്നൊരു തെളിവ് തരൂ. നിങ്ങളൊരു ക്ലിപ്പ് ഇതുവരെ കാണിച്ചോ? ഒരു പ്രസംഗത്തിന്റെ ഒരു വരി നിങ്ങൾ ഇവിടെ കാണിച്ചോ? ഒരു ലേഖനത്തിന്റെ വരി കാണിക്കാൻ സാധിച്ചോ? വെറുതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഹംദും സലാത്തും ചില ദീനീ സ്റ്റേജിൽ നിന്ന് സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിച്ചു വന്നതല്ലാതെ ഒന്നും ഇതുവരെ കാണിക്കാൻ സുഹൃത്തുക്കളെ ഇവർക്ക് സാധിച്ചിട്ടില്ല. എന്നിട്ട് പറയുന്നത് അറിയോ? ഇവർ പുതിയ വാദം കൊണ്ടുവന്നിരിക്കുന്നു, നമ്മൾ പഴയ KNM-ൽ നിന്നാൽ മതി. വാസ്തവത്തിൽ മുജാഹിദുകൾക്ക് നാളിതുവരെ ഇല്ലാത്ത പുതിയ ആദർശങ്ങൾ കൊണ്ടുവരുന്നത് ആരാ? പഴയ ആദർശങ്ങൾ തിരുത്തണമെന്ന് പറഞ്ഞത് ആരാ? KNM-ന്റെ പഴയ ആദർശത്തിൽ പുതിയ തിരുത്തലുകൾ കൊണ്ടുവന്ന മൂവർ സംഘം, അബ്ദുറഹ്മാൻ സലഫിയും അനസ് മുസ്ലിയാരും അനീഫ കായക്കൊടിയും അവരെ പിന്തുണക്കുന്ന കോക്കസും, അവരാണ് പുതിയ തിരുത്തലുകൾ കൊണ്ടുവന്നത്. അത് സ്വീകരിക്കാൻ തെളിവില്ലാത്തത് കൊണ്ട് ഞങ്ങൾക്ക് സാധ്യമല്ല. അങ്ങനെ അവർ പറയുന്നതിനെ തഖ്ലീദ് ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റില്ല. ജമിയത്തുൽ ഉലമ ഈ 3 ആളെ മാത്രം പഠിപ്പിച്ച് അവരെ പുറത്തേക്കിറക്കി അവർ പറയുന്നിടത്ത് മറ്റുള്ളവർ കേട്ടുകൊള്ളണം, അതാണ് പ്രസ്ഥാനത്തിന്റെ ആദർശം എന്ന രൂപത്തിൽ അടിച്ചേൽപ്പിച്ചാൽ ഒരിക്കലും മുജാഹിദ് പ്രവർത്തകർക്ക് അത് സ്വീകാര്യമല്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഞങ്ങളാ ഒരു പുതിയ ആദർശം ഇവിടെ കൊണ്ടുവന്നിട്ടില്ല. ഞങ്ങൾക്കതിൽ ശിർക്ക് ആരോപിക്കുന്ന ആളുകൾ തന്നെയാണ് പുതിയ ആദർശം കൊണ്ടുവന്നത്. ഇപ്പൊ സാധാരണക്കാർക്കളി പ്രചരിപ്പിക്കുന്ന എന്താ? ജിന്നിനോട് സഹായം ചോദിക്കാം എന്നാണ് സക്കരിയ സലാഹിയുടെ വാദം. അതിന് 4 നിബന്ധനകളും അദ്ദേഹം പറയുന്നുണ്ട്. ഹയ്യാകണം, ഹാദറാകണം, ഖാദറാകണം, മുസ്ലിം ആകണം. ഞാൻ എവിടെയാ ഇത് പറഞ്ഞത്? ഒരു ക്ലിപ്പ് കാണിക്കാൻ ചെയ്യോ? പച്ച നുണ പറയാ സാധാരണക്കാരോട്. ഒരു ജിന്നിനോടും ഹാദറാകട്ടെ ഖാദറാകട്ടെ ഒരു ജിന്നിനോടും ഒന്നും ചോദിക്കാൻ പാടില്ല. ജിന്നിനോട് പ്രാർത്ഥിക്കുന്നതും പ്രാർത്ഥനയുടെ അർത്ഥത്തിലുള്ള സഹായതട്ടം നടത്തുന്നതും ശിർക്കാണ് എന്ന് പ്രസംഗിക്കുകയും എഴുതുകയും ചെയ്യുന്നതിനെ സംബന്ധിച്ചാണ്, എന്നെ സംബന്ധിച്ചാണ് ഇങ്ങനെ ഒരു ആരോപണം പറഞ്ഞു നടക്കുന്നത്. പലരോടും പറയും ജിന്നിനോട് സഹായം തേടുന്നത് ശിർക്കല്ല എന്നാണ് പറയുന്നത്. അങ്ങനെയാണോ പറഞ്ഞിട്ടുള്ളത്? അങ്ങനെ പറഞ്ഞിട്ടില്ല. ജിന്നിനോടുള്ള സഹായം ചോദിക്കുന്നതിൽ ശിർക്കല്ലാത്തതും ഉണ്ട്. മിക്കവാറും ശിർക്കാണ്, പക്ഷെ ശിർക്കാകാത്ത ഒരു സഹായതേട്ടം ഉണ്ട്. ശിർക്കല്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? തെറ്റല്ല എന്നാണോ? ചെയ്യാമെന്നാണോ? മദ്യപാനം ശിർക്കല്ല, വ്യഭിചാരം ശിർക്കല്ല, എന്താ അർത്ഥം? വ്യഭിചരിക്കാമെന്നാണോ? മദ്യപിക്കാമെന്നാണോ? ഒരിക്കലുമല്ല. എപ്പോഴാണ് ശിർക്കാകാതിരിക്കുന്നത്? എന്തുകൊണ്ട് ചില സഹായതട്ടം ശിർക്കാകുന്നില്ല എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ജീവനോട് അടുത്തുള്ള ഒരു ജിന്നിനോട് അതിന്റെ കഴിവിൽപ്പെട്ട ഒരു കാര്യം ചോദിക്കൽ, അങ്ങനെ ചോദിക്കാൻ പാടുണ്ടോ? പാടില്ല. അത് ശിർക്കിലേക്കുള്ള മാർഗമാണ്, അത് പ്രാർത്ഥനയല്ല. അതുകൊണ്ട് ശിർക്കല്ല, പക്ഷെ ശിർക്കിലേക്കുള്ള വസീലയാണ്, അതുകൊണ്ട് ഹറാമാണ്. അത് ഈ പറഞ്ഞ ഇവർ തന്നെ കൊണ്ടു നടക്കുന്ന ലജ്നാ ദായിമയുടെ ഫത്വയിൽ തന്നെ എമ്പാടും വന്നത് ഞങ്ങൾ പലയിടത്തും ഉദ്ധരിച്ചിട്ടുണ്ട്. എന്നിട്ട് സുഹൃത്തുക്കളെ, ഇപ്പൊ പറയുന്നെന്താ? സക്കരിയ സലാഹി 6 കൊല്ലമായി ശിർക്കിലായിരുന്നു. 22ഓളം അവസരങ്ങൾ നൽകി ശിർക്കൻ വാദങ്ങൾ തിരുത്താൻ. 23ഓളം തവണ താക്കീത് ചെയ്തു, എന്നിട്ടും തിരുത്തിയില്ല എന്നാണ്. പച്ചക്കളവാണ് സുഹൃത്തുക്കളെ പറയുന്നത്. 2002 മുതൽ മടവൂർ വിഭാഗം ഈ ജിന്നും പിശാചും സിഹറും പറഞ്ഞ് തെറ്റിദ്ധാരണകൾ പരത്തിയപ്പോൾ, ഈ എന്നെ പോലെയുള്ളവർ ശിർക്കിലേക്ക് പോയി എന്ന് ആരോപിച്ചപ്പോൾ, ഇല്ല ശിർക്കിലേക്ക് പോയിട്ടില്ല എന്ന് 2011 നവംബർ വരെയും മറുപടി കൊടുത്ത ആളുകളാണ് ഇപ്പോൾ എനിക്കത് ശിർക്ക് ആരോപിക്കുന്നത്. അനസ് മുസ്ലിയാർ 2011 നവംബറിൽ ബഹ്റൈനിൽ പോയി. അവിടെ വെച്ചൊരു കാന്തപുരത്തിന്റെ വിഭാഗത്തിൽപ്പെട്ട ഒരാൾ ചോദ്യം ചോദിച്ചു. സക്കരിയ സലാഹി ജിന്നുകളോട് സഹായം തേടാമെന്ന വാദക്കാരനാണല്ലോ. അങ്ങനെയുള്ളൊരു സക്കരിയ സലാഹി നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കെ നിങ്ങൾക്ക് എങ്ങനെ തൗഹീദും ശിർക്കും എന്ന ബാനറിൽ പരിപാടി നടത്താൻ പറ്റും? അനസ് മുസ്ലിയാർ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞതിന് തെളിവുതാ. അയാൾക്ക് തെളിയിക്കാൻ സാധിച്ചില്ല. അയാൾ പറഞ്ഞു, കുറേ പ്രസംഗത്തിൽ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, അങ്ങനെ തേടുന്നത് ശിർക്കല്ല എന്ന് മടവൂരികളോട് പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. തെളിവ് തരാൻ പറഞ്ഞു, സാധിച്ചില്ല. എന്നിട്ട് 2010 ജനുവരിയിൽ കായംകുളത്ത് ഞാൻ പ്രസംഗിച്ച ഒരു ക്ലിപ്പ് ഇട്ടുകൊണ്ട് സക്കരിയ സലാഹിക്ക് അങ്ങനെ വാദമില്ല, ഇതാ കേട്ടോളൂ എന്ന് പറഞ്ഞ് അദ്ദേഹം തെളിയിച്ചു കൊടുത്തു. അതേ പ്രകാരം തന്നെ 2011 ഒക്ടോബറിൽ 10 വർഷമായി ഞാൻ ഖുത്ബ നടത്തുന്ന തലശ്ശേരിയിലെ പള്ളിയിൽ വന്നിട്ട് അതേ ക്ലിപ്പിട്ട് പ്രസംഗിച്ചു. അതുപോലെ മറ്റൊരു സ്ഥലത്ത് പ്രസംഗിച്ച ഒരു ചെറിയ ക്ലിപ്പാണ് നിങ്ങളെ കാണിക്കുന്നത്. അനസ് മുസ്ലിയാർ എന്നെ സംബന്ധിച്ച് മടവൂർ വിഭാഗം ശിർക്ക് ആരോപിച്ചപ്പോൾ കൊടുത്ത മറുപടി കേട്ടോളൂ. സക്കരിയ സലാഹി മറുപടി പറഞ്ഞു, എന്ത് ജിന്നോടും മലക്കിനോടൊക്കെ സഹായം നേടാൻ ഒരു പ്രശ്നമില്ല, അങ്ങനെ ഇവർ ചോദിച്ചു ചോദ്യത്തിനൊക്കെ അങ്ങനെ മറുപടി പറഞ്ഞു എന്ന്. എന്താ നിങ്ങൾ വിചാരിച്ചത്?
ഒരു മനുഷ്യനെ പച്ചക്ക് കബളിപ്പിക്കുക. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, മടവൂരിസം തിന്മക്ക് നാശത്തിന്, ചതിക്ക് വഞ്ചനക്ക്. ആ വർത്തമാനം പത്രത്തിലെ ആളുകളെ ചതിച്ച് വഞ്ചിച്ച് അതുകൊണ്ട് പൂതി തീരാതെ അള്ളാന്റെ പള്ളിയുടെ മുന്നിൽ മാറു തുറക്കാനുള്ള നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്ത് അങ്ങനെ ഇസ്ലാഹി പ്രസ്ഥാനത്തെ വഞ്ചിച്ച് അള്ളാന്റെ പള്ളിയെ വഞ്ചിച്ച് എന്നിട്ടൊന്നും പൂതി തീരുന്നില്ലേ നിങ്ങൾക്ക്? എന്താണ് യഥാർത്ഥത്തിൽ കായംകുളത്ത് സംഭവിച്ചത്? ഒന്നാമത്തെ ചോദ്യം, ആ നോട്ടീസിൽ കൊടുത്ത ഒന്നാമത്തെ ചോദ്യം വായിച്ച് സക്കറിയ സലാഹി പറഞ്ഞത് നിങ്ങൾ കേട്ടോളൂ. ഇതാണ് ഞാനുമായി ബന്ധമുള്ളത്, മറ്റെല്ലാം പച്ചക്കളവുകളാണ്. സക്കറിയ സലാഹി എന്ന് പറഞ്ഞിട്ട് 16 കൊടുത്തിൽ ഈ 5 മാത്രമാണ് ഞാനുമായിട്ട് എന്തെങ്കിലും ബന്ധമുള്ളത്. ഒന്നാമത്തെ എന്താ അറിയോ? അപകടഘട്ടങ്ങളിൽ ജിന്നിനോടും മലക്കിനോടും സഹായം തേടാൻ ഞാൻ വെല്ലുവിളിക്കുന്നു ലോകത്തുള്ള സർവ്വ മടവൂരികളെയും. എവിടെയാ ഞാനിത് എഴുതിയത്? കാണിച്ചു തരണം നിങ്ങള്. പച്ച നോണ അച്ചടിച്ചു വിടുക ദീനീ പ്രവർത്തനം എന്നും പറഞ്ഞിട്ട്. ഇതാണ് ദീനീ പ്രവർത്തനം. എന്നിട്ടോ ഇവിടെ ഉണ്ട്, പിന്നെ കേട്ടോളൂ നിങ്ങള്. ജിന്ന് മനുഷ്യ സ്ത്രീകളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയില്ല, ഏർപ്പെടുന്നു പറഞ്ഞ തെളിവില്ലാതാണ് ഞാൻ എഴുതിയത്. സാൽവേഷൻ വിതരണം ചെയ്ത പുസ്തകത്തിൽ കാണാം. എന്നിട്ട് അത് എന്റെ പേരിൽ ആരോപിച്ചിരിക്കാം. കണ്ടോ എന്താ സക്കറിയ സലാഹി പറഞ്ഞത്? തേടാമെന്നോ? ജിന്നിനോട് മലക്കിനോട് വിളിച്ച് തേടാന്നാ പറഞ്ഞത്? ആണോ? അതാ ഞാൻ ചോദിക്കുന്നത്, ആണോ അല്ല എന്നല്ലേ നിങ്ങൾ 2011 നവംബർ വരെയും പറഞ്ഞത്? ഇപ്പൊ കണ്ടോ, ഇത് ചെറുകാവ് ഇറക്കിയ നോട്ടീസാ. ചെറുകാവ് ISM ചെറുകാവ് മേഖല എന്നും പറഞ്ഞിട്ട് ഇപ്പോൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നോട്ടീസാ. ഇതിൽ പറഞ്ഞെന്താ, 5 വർഷങ്ങൾ കൊണ്ട് 22ഓളം അവസരങ്ങൾ നൽകിയ ശേഷമാണ് സക്കറിയയെ പുറത്താക്കിയത്. ഇത് തെരഞ്ഞെടുപ്പ് മുമ്പിൽ വെച്ചുകൊണ്ടുണ്ടാക്കിയ തന്ത്രമോ സക്കറിയയുടെ വ്യക്തിവിദ്വേഷമോ ഉണ്ടായ നടപടികളോ അല്ല എന്ന് വ്യക്തം. ഇസ്ലാഹി പ്രസ്ഥാനത്ത് അന്ധവിശ്വാസത്തിലേക്കും ശിർക്കിലേക്കും തിരിച്ചു നടത്താനുള്ള പ്രവർത്തനത്തിലുള്ള തടയിടൽ മാത്രമാണ്. അപ്പൊ സക്കറിയ സലാഹി 5 കൊല്ലമായി പ്രസ്ഥാനത്തെ ശിർക്കിലേക്ക് നയിക്കുന്നുവെന്ന് ഇപ്പോൾ പച്ചക്കള്ളം പറയുന്നവര് 2011 നവംബറിൽ പോലും നിങ്ങൾ പറഞ്ഞത് എന്താ? സക്കറിയ സലാഹിക്ക് അങ്ങനെ വാദമില്ല എന്നാണ്. അപ്പൊ ഇപ്പൊ നിങ്ങൾ പറയുന്നത് കളവല്ലേ? അല്ലെങ്കിൽ അന്ന് നിങ്ങൾ പറഞ്ഞത് കളവല്ലേ? അപ്പൊ നിങ്ങൾ നോക്കും, മടവൂഴ്ച നാശത്തിന് തിന്മക്ക് വർത്തമാനം പത്രത്തിലുള്ളവരെ വഞ്ചിച്ചു, മറ്റോരെ വഞ്ചിച്ചു എന്നൊക്കെ പറഞ്ഞു. എന്നാ നിങ്ങൾ കണ്ടോ, ഇപ്പോഴത്തെ വിചിന്തനം 2013 ഫെബ്രുവരി 1 മടവൂരികൾ ക്ഷണിച്ചിരിക്കുകയാണ്. ആർക്കു മുമ്പിലും നേതൃത്വം വാതിലുകൾ കൊട്ടിയടച്ചിട്ടില്ല. അത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ശൈലിയുമല്ല. ഇടക്കാലത്ത് പ്രസ്ഥാനത്തും പിരിഞ്ഞു പോയവരും ഈ കാര്യം ചിന്തിക്കണം. ഇത് ഇസ്ഹാഖ് അലി കല്ലിക്കണ്ടി പ്രതികരണം എന്ന കോളമിട്ട് പന്നൂര് കൊടുത്തിരിക്ക. ഈ വിചിന്തനത്തിന്റെ സബ് എഡിറ്റർ ഇസ്ഹാഖ് അലി, അയാൾക്ക് എന്താ പ്രതികരണം ഉണ്ടോ? അപ്പൊ മടവൂരികളെ ഇപ്പോൾ സഹായത്തിന് വിളിക്കുകയാണ്. തൽക്കാലം ഒന്ന് രക്ഷ കിട്ടാൻ നിക്കക്കള്ളി ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഒരു കൈ സഹായിച്ചാൽ എന്ന് വിചാരിക്കാണ്. പക്ഷെ അബ്ദുറഹ്മാൻ സലഫി ഇതിലുള്ളിടത്തോളം കാലം, അയാളുടെ കുതന്ത്രം അറിയുന്നിടത്തോളം കാലം ബുദ്ധിയുള്ള മടവൂരിയാർ ഇവരോട് സഹകരിക്കൂല. കാരണം ഇവർക്കറിയാം, പിന്നെ മടവൂരികൾ ഇപ്പൊ പ്രസംഗിക്കാൻ തുടങ്ങി. ഒന്ന് ജിന്നൂരിയാണെങ്കിൽ മറ്റത് സിഹ്റൂരിയാണ്. ഇവർക്കുണ്ട് അന്ധവിശ്വാസം, അവർക്കുണ്ട് അന്ധവിശ്വാസം എന്ന്. അപ്പൊ സുഹൃത്തുക്കളെ, ഇത് യഥാർത്ഥത്തിൽ ഇവരിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണം സക്കറിയ സലാഹി ശിർക്കിലായിരുന്നു 5 വർഷം എന്നത് പച്ചക്കള്ളമാണ്. ഇനി കോക്കസ് നേതാവ് അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞത് കേട്ടോളൂ. ഇതേപോലെ തന്നെ സക്കറിയ സലാഹി എന്ന് മുമ്പ് പറഞ്ഞു നടക്കുന്നു. ആ സക്കറിയ സലാഹി ഈ കാര്യത്തെ സംബന്ധിച്ച് വ്യക്തമായി എഴുതിയത് അദ്ദേഹത്തിന്റെ ലഘുലേഖയുണ്ട്. ആ ലഘുലേഖയിൽ കൃത്യമായി ഓരോ ചോദ്യത്തിനും മറുപടിയും നൽകിയിട്ടുണ്ട്. മറുപടി എഴുതിയിട്ടുണ്ടോ? ഉണ്ട്. പിന്നെ എന്താ, ഈ CD വിതരണം ചെയ്യല്ലാതെ വേറെന്താ ചെയ്യാ? ഇതാണ് നിങ്ങളുടെ ആദർശം. നിങ്ങൾക്ക് വേറെ അജണ്ടയില്ല, നിങ്ങൾക്ക് വേറെ ആദർശമില്ല. നിങ്ങൾക്ക് ഈ സമൂഹത്തിന്റെ മുമ്പാകെ മറ്റ് എന്തെങ്കിലും കാര്യമായി ഒരു പ്രവർത്തനവുമായി രംഗത്തേക്ക് ഇറങ്ങാനില്ല. ഇത് മടവൂർ ഭാഗത്തോട് പറഞ്ഞതാ. നിങ്ങൾക്ക് അജണ്ടയില്ല, നിങ്ങൾക്ക് ജനങ്ങളുടെ മുമ്പിൽ ഇറങ്ങാൻ വിഷയമില്ല. വാസ്തവത്തിൽ ഇന്ന് കോക്കസിന്റെ അവസ്ഥ അത് തന്നെയാണ്. ഒരു സമ്മേളനം പ്രഖ്യാപിച്ചു, നവോത്ഥാനത്തിന്റെ ഒരു നൂറ്റാണ്ടിന് വിഷയം വെച്ചു. എവിടെയെങ്കിലും ആ വിഷയം പ്രസംഗങ്ങൾ കേട്ടോ? അതും ജിന്ന്, സമ്മേളനവും ജിന്ന്. അത് കഴിഞ്ഞിട്ടോ, ആ സമ്മേളനം കഴിഞ്ഞിട്ട് ഇപ്പൊ പുതിയൊരിത് പ്രഖ്യാപിച്ചു. അങ്ങ് മുത്തങ്ങക്കാട്ടിലും അതുപോലെ ഇടവണ്ണ ജാമ്യയിലും ഒക്കെ പോയി ഇപ്പോ എല്ലായിടത്തും പോയിട്ട് ഇങ്ങനെ നേതൃപരിശീലനവും ദേവാ പരിശീലനവും ഒക്കെ നടത്താം. എന്താ? അതും ജിന്ന് പറയാൻ തന്നെ. ഇടവണ്ണ ജാമ്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ക്ലാസ്സുകളും പ്രസംഗങ്ങളും ഒക്കെ ജിന്നല്ലാതെ വേറെ എന്തെങ്കിലും ഇവർക്ക് പറയാനുണ്ടോ? അപ്പൊ അന്ന് മടവൂർ വിഭാഗത്തെ കുറിച്ച് പറഞ്ഞ ആക്ഷേപം എന്തോ അത് ഇപ്പോൾ ഇവർ തന്നെയും യഥാർത്ഥത്തിൽ നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. സുഹൃത്തുക്കളെ,
ഞങ്ങൾ ശിർക്കിലേക്ക് പോയി എന്ന് പറയുന്ന ആളുകൾ അതിന് തെളിവാചരാക്കേണ്ടതുണ്ട്. ഞങ്ങൾക്കെങ്ങനെ വാദമുണ്ടെങ്കിൽ ഞങ്ങളത് എഴുതും, പ്രസംഗിക്കും, അതിനുവേണ്ടി വാദിക്കും. ജിന്നോട് ഇസ്തിഗാസ നടത്താം, അല്ലെങ്കിൽ മലക്കിനോട് ഇസ്തിഗാസ നടത്താമെന്ന് പറയുകയോ എഴുതുകയോ വാദിക്കുകയോ ചെയ്തിട്ടുണ്ടോ? അതാണ് തനിച്ച ശിർക്ക് ആരോപണം എന്ന് പറയുന്നത്. ഇവിടെ സമസ്തക്കാർ ചെയ്യുന്ന ശിർക്ക് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ കാണിച്ചു കൊടുത്തു. ഇതാ മരിച്ചുപോയവരെ നിങ്ങൾ വിളിച്ചു തോടുന്നു. സുഹൃത്തുക്കളെ, സമസ്തക്കാർ ശിർക്കിലേക്ക് പോയിട്ടുണ്ട് എന്ന് നമ്മൾ പറഞ്ഞപ്പോൾ വ്യക്തമായി അവരെ വിശ്വാസവും പ്രവർത്തനവും അവരെ പുസ്തകത്തിൽ നിന്നും പ്രസംഗത്തിൽ നിന്നും വ്യക്തമായി നമ്മൾ തെളിയിച്ചു. അത് ഖുർആന്റെ ആയത്തുകൾക്കനുസരിച്ചും ഹദീസുകൾക്കനുസരിച്ചും ശിർക്കാണെന്ന് ആർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ ബോധ്യപ്പെടുത്തി. അതൊരിക്കലും ശിർക്ക് ആരോപണമായിരുന്നില്ല. ശിർക്ക് ആരോപണമെന്ന് മുസ്ലിയാക്കന്മാർ പറയുകയല്ലാതെ ജീവിച്ചിരിക്കുന്ന തെളിവുകൾ നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ പ്രസംഗത്തിലും അതിന്റെ തെളിവുകൾ നമ്മൾ കാണിക്കുന്നുണ്ട്. എന്നാൽ ഞങ്ങൾക്കതിന് ശിർക്കാരോപണം നടത്തിയ ആളുകൾ ഒരിക്കലും തന്നെ സുഹൃത്തുക്കളെ അതിന് തെളിവ് കൊണ്ടുവന്നിട്ടില്ല, കൊണ്ടുവരാൻ അവർക്ക് സാധിച്ചിട്ടില്ല. തനിച്ച ശിർക്കാരോപണമെന്ന് ഞങ്ങൾ പറയുന്നത് അതുകൊണ്ടാണ്. ശിർക്കായ ഒരു കാര്യം മറ്റൊരാളുടെ പേരിൽ ആരോപിക്കുമ്പോൾ അയാൾ പറയുന്നു എനിക്കങ്ങനെ വാദമില്ല, എന്നിട്ടും ആരോപണം ആവർത്തിക്കുകയാണെങ്കിൽ അതിന്റെ കുറ്റം എന്താ? ആരോപിച്ചവനിലേക്ക് അത് മടങ്ങും. അയാൾ ശിർക്കൻ വിശ്വാസക്കാരനായി മരിക്കും. അയാൾ ശിർക്കൻ വിശ്വാസത്തോടെ മരിച്ചതിന്റെ പ്രതിഫലം നാളെ പരലോകത്ത് അനുഭവിക്കേണ്ടി വരും. ഇതറിയാത്തവരല്ലല്ലോ കോക്കസിന്റെ നേതൃത്വം. പക്ഷേ പാർട്ടി ജയിപ്പിക്കാൻ, ഗ്രൂപ്പ് താല്പര്യങ്ങൾക്ക് വേണ്ടി ഏതറ്റം വരെയും പോകാൻ ഇവർ തയ്യാറാണ് എന്നതാണ്. മൂവർ സംഘത്തിൽപ്പെട്ട അനീഫ് കായക്കൊടി പറയുന്നത് കേട്ടോളൂ. എന്താ ചെയ്താൽ നമ്മളെ റൂമിൽ ഇരുന്ന് എന്തെങ്കിലും കിതാബ് വായിക്കുകയാണ്. അപ്പോ നമ്മളെ ഭാര്യ അടുക്കളയിലാണ് ഉള്ളത്, നമ്മളെ ഭാര്യനെ നമ്മൾ കാണുന്നില്ല. അപ്പോ എടി ഒരു ഗ്ലാസ് കട്ടൻ വേണം എന്ന് നമ്മൾ പറയില്ലേ? നമ്മൾ ഭാര്യനെ കണ്ടിട്ടല്ലല്ലോ. അതുപോലെ ഉള്ളൂ ജിന്നിനോട് ചോദിക്കണത് എന്ന് വരെ പറഞ്ഞ് നിസ്സാരമായി ഇതിനെ തള്ളുന്ന ആളുകൾ. പച്ചക്കളവ പറഞ്ഞ് ഞങ്ങൾ പല സ്റ്റേജിൽ വെല്ലുവിളിച്ചു. ഹനീഫാക്ക് തെളിയിക്കാൻ പറ്റുമോ? കൊലായിലിരിക്കുന്ന ഭർത്താവ് അടുക്കളയിലുള്ള ഭാര്യയോട് കട്ടൻ ചോദിക്കുന്നത് ഭാര്യയെ കണ്ടിട്ടല്ലല്ലോ, അതുപോലെ കാണാത്ത ജിന്നിനോട് സഹായം ചോദിക്കാം എന്ന് പറഞ്ഞ ഒരു മുജാഹിദ് പ്രവർത്തകനെ നിനക്ക് ഹാജരാക്കാൻ സാധിക്കോ? ആളുകളെ വിളിച്ചുകൂട്ടി പച്ച കളവ് പറയല്ലേ ചെയ്യുന്നത്. KV അബ്ദുൽ ലത്തീഫ് മൗലവി അയാളുടെ ബടായി വരുന്നുണ്ട്. മരുഭൂമിയിലെത്തിയ ജിന്നിനെ വിളിക്കാനാ പച്ച ആളുകൾ പറയുന്നത് എന്താ? മരുഭൂമിന്ന് അള്ളാഹ്ക്ക് കഴിയൂലേ, അള്ള കുഴങ്ങിയോന്ന്. TP അബ്ദുള്ള കോയ മദനി ഈ ശിർക്കാരോപണം നടത്തി, ഇലക്ഷൻ പ്രചരണം നടത്തി, ജനങ്ങളെ ചേരിതിരിച്ച് രണ്ടാക്കി സംഘടന പിടിച്ചു. എന്നിട്ടും അരിശം തീരുന്നില്ല. ഇനി എന്തു വേണം? ഈ ശിർക്കാരോപണം ലൈവാക്കി നിർത്തി അടുത്ത തെരഞ്ഞെടുപ്പിലും ഇത് നിലനിർത്തണം. അതിനുവേണ്ടി ശിർക്കാരോപണം തുടരുകയാണ്. സംഘടന കയ്യിലായിട്ട് 8 മാസം കഴിഞ്ഞിട്ടും സെപ്റ്റംബർ 21 2012 സെപ്റ്റംബർ 21 ഇയാൾ തലശ്ശേരിയിൽ വന്ന് വീണ്ടും ശിർക്കാരോപിക്കുന്നത് കേട്ടോളൂ. മരിച്ചുപോയ മഹാനന്മാരായ ആ മുൻഗാമികൾ പഠിപ്പിച്ച തൗഹീദിന് വിരുദ്ധമായി അള്ളാഹുവിനെ മാത്രം ആരാധിക്കുകയും അവനെ മാത്രം സഹായം തേടുകയും ചെയ്യണം എന്നതിന്റെ പവിത്രമായ ആശയത്തിന് വിരുദ്ധമായി പ്രതിസന്ധി ഘട്ടങ്ങളിൽ സഹായിക്കാൻ ആരുമില്ലാത്ത വിജനമായ സ്ഥലങ്ങളിൽ അള്ളാഹുവിനോടാണ് സഹായം തേടേണ്ടത് എന്ന് പഠിപ്പിക്കുന്നതിന് പകരം അവിടെ ഉണ്ട് എന്ന് ഉണ്ടോ ഇല്ലേ എന്നൊന്നും തിരിച്ചറിയാത്ത സങ്കല്പിച്ചുകൊണ്ട് ജിന്നിനോട് സഹായം തേടാൻ അത് അനുവദനീയമാണെന്ന് പറഞ്ഞ് മണിക്കൂറുകൾ ചെലവഴിച്ച് അതിന് ന്യായീകരണങ്ങൾ കണ്ടെത്തി ഇതെല്ലാം പറയുന്നതോടൊപ്പം ഞങ്ങൾക്കങ്ങനെ വാദമില്ല, എനിക്ക് ആ വാദമില്ല, ആരാണിത് പറഞ്ഞത് എന്ന് ചോദിക്കുകയും വീണ്ടും വിശദീകരണത്തിലേക്ക് കടക്കുകയും. എന്താണ് ഇല്ലെന്ന് പറയാൻ 4 മണിക്കൂർ വേണമോ? എനിക്ക് ആ വിശ്വാസമില്ല. ജമിയത്തിന്റെയും നദുവത്തുൽ മുജാഹിദിന്റെയും ആശയം തന്നെയാണ് എനിക്കുള്ളത് എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചുകൂടെ? അല്പകാലം ഒന്ന് വിശ്രമിച്ചുകൂടെ? അദ്ദേഹം എന്നെ വിശ്രമിപ്പിക്കുകയാണ്. അദ്ദേഹം 2012 സെപ്റ്റംബർ എന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ 8 ഞാനാകെ വിശദീകരിക്കാൻ ഇറങ്ങിയിട്ടുള്ളൂ. 1.5 കൊല്ലം സംഘടനാ വേദികൾ ദുരുപയോഗം ചെയ്തുകൊണ്ട്, തെരഞ്ഞെടുപ്പ് യോഗങ്ങൾ ദുരുപയോഗം ചെയ്തുകൊണ്ട്, ആദർശ വിശദീകരണം എന്ന പേരിലും അല്ലാതെയും മുജാഹിദ് പ്രവർത്തകർക്കെതിരെ ശിർക്കാരോപണം നടത്തി. വീണ്ടും ഈ പ്രസ്ഥാനം ജനമധ്യത്തിൽ അവഹേളിക്കപ്പെട്ടുകൂടാ എന്ന നിലക്ക് മാന്യന്മാരായ ആളുകൾ ക്ഷമിച്ചു, സഹിച്ചു. പക്ഷേ അന്യായമായി എന്നെ പുറത്താക്കിയത് പോകട്ടെ, ലെറ്റർ പാഡും സീലും ഉള്ളവർക്ക് ആരെയും അധികാരത്തിന്റെ മുഷ്കുപയോഗിച്ച് പുറത്താക്കാം. അങ്ങനെയാണല്ലോ ഇവർ പഠിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ
എന്നെ സംബന്ധിച്ച് അതല്ല പ്രശ്നം. എനിക്കതിൽ അവർ ശിർക്ക് ആരോപിച്ചു, പത്രങ്ങളിൽ കൊടുത്തു. ജിന്നുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതും സഹായം തേടുന്നതും ശിർക്കാണ് എന്ന വാദമാണ് KNM-നുള്ളത്. അത് അംഗീകരിച്ചുകൊണ്ട് ഒപ്പുവെക്കാൻ സക്കരിയ തയ്യാറായില്ല. അതുകൊണ്ടാണ് പുറത്താക്കിയത്. മനോരമയിൽ വന്നു, മാതൃഭൂമിയിൽ വന്നു, മാധ്യമത്തിൽ വന്നു. അവസാനം ഞാൻ മറുകുറിപ്പ് കൊടുത്തു. ഇങ്ങനെ സുഹൃത്തുക്കളെ അന്യായമായി ശിർക്ക് ആരോപിക്കുകയാണ്. ഇതിന്റെ കുറ്റം എന്താണെന്ന് TP അറിഞ്ഞുകൂടെ? വല്ലദീന യുദൂനൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി ബിഗൈരി മക്തസബു. ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ വിശ്വാസികളായ പുരുഷന്മാരെയും സ്ത്രീകളെയും ദ്രോഹിക്കുന്നവർ ഫഖദ് ഇഹ്തമലു ബുഹ്താനം വഇത്മം മുബീന. അവർ കള്ളാരോപണവും വ്യക്തമായ കുറ്റവും പേറിയിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്ത് അഹ്സാബിൽ പറഞ്ഞത് നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഞങ്ങൾക്കാർക്കും ഇല്ലാത്ത വാദം ഞങ്ങളുടെ പേരിൽ അടിച്ചേൽപ്പിച്ചുകൊണ്ട് ആദർശ വിശദീകരണം അതിൽ 1.5 കൊല്ലം തെറ്റിദ്ധരിപ്പിച്ചപ്പോൾ നിവൃത്തിയില്ലാതെ സെപ്റ്റംബർ 8 നമ്മൾ വിശദീകരിക്കാൻ ഇറങ്ങി. അങ്ങനെ സെപ്റ്റംബർ 8 കഴിഞ്ഞ് സെപ്റ്റംബർ 21 ആയപ്പോഴേക്ക് അദ്ദേഹം പറയാണ് ഒന്ന് വിശ്രമിച്ചുകൂടെ. അദ്ദേഹം പറഞ്ഞ വാചകം നിങ്ങൾ ശ്രദ്ധിച്ചോ? ആരും സഹായിക്കാനില്ലാത്ത വിജനമായ സ്ഥലത്ത് അവിടെ ഉണ്ടോ ഇല്ലേ എന്നൊന്നും ഉറപ്പില്ലാത്ത ജിന്നിനെ വിളിച്ച് സഹായം തേടാം എന്ന് സ്ഥാപിച്ചുകൊണ്ട് അത് അനുവദനീയമാക്കിക്കൊണ്ട് മണിക്കൂറുകൾ പ്രസംഗിക്കുന്നു എന്നാണ്. ഞാൻ ചോദിക്കട്ടെ, ബഹുമാനപ്പെട്ട TP-യും അദ്ദേഹത്തെ താങ്ങി നടക്കുന്ന നാസർ നെല്ലടത്തെ പോലുള്ള കോക്കസുകാരുള്ള സ്ഥലമാണല്ലോ അത്. നിങ്ങൾക്ക് ഹാജരാക്കാൻ കഴിയോ? മണിക്കൂറുകൾ പ്രസംഗിച്ചിന് 1/2 മിനിറ്റ് ക്ലിപ്പ് വിജനമായ സ്ഥലത്ത് നിന്ന് ജിന്നുകളെ വിളിക്കാമെന്ന് പറഞ്ഞ 1/2 മിനിറ്റ് ക്ലിപ്പ് നിങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുമോ? പച്ച കള്ളമല്ലേ സുഹൃത്തുക്കളെ ഈ പറയുന്നത്? അതുകൊണ്ട് സുഹൃത്തുക്കളെ, യാതൊരു ഉത്തരവാദിത്വവുമില്ലാതെ ഇവർ ജനങ്ങളെ മുമ്പിൽ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. പക്ഷേ 1 മാസം കഴിഞ്ഞുള്ളൂ. ഞങ്ങൾ വിശദീകരണവുമായി ഇറങ്ങി, സെപ്റ്റംബർ 8 ഇറങ്ങി. ഒക്ടോബർ 7 ആയപ്പോഴേക്കും തിരുവനന്തപുരത്തെ മുജാഹിദ് ചുണക്കുട്ടികളുടെ മുമ്പിൽ അനീഫ് കായക്കൊടിക്ക് സമ്മതിക്കേണ്ടി വന്നു. ഇല്ല, സക്കരിയ സലാഹിക്ക് അങ്ങനെ വാദമുണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല, അബ്ദുൽ ജബ്ബാർ മൗലവിക്ക് അങ്ങനെ വാദമുണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന് പച്ച കള്ളം. കാരണം പ്രവർത്തകർ തടഞ്ഞു നിർത്തി. വിടൂല നിങ്ങള്, തെളിയിക്കാതെ വിടൂല നിങ്ങള്, സത്യം ചെയ്യിച്ചിട്ടേ വിടൂ എന്ന് പറഞ്ഞപ്പോൾ അനീഫ കായക്കൊടി കുമ്പസരിക്കുന്നത് കേട്ടോളൂ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, സക്കരിയ സലാഹിക്ക് അല്ലെങ്കിൽ അബ്ദുൽ ജബ്ബാർ മൗലവിക്ക് ജിന്നിനോട് പ്രാർത്ഥിക്കാം എന്ന വാദം ഉണ്ട് എന്ന് നമ്മൾ പറയുന്നില്ല. സക്കരിയ സലാഹിക്ക് ജിന്നിനോട് പ്രാർത്ഥിക്കാം എന്ന വാദമുണ്ട് എന്ന് നമ്മൾ പറയുന്നില്ല. സക്കരിയ സലാഹിക്ക് ജിന്നിനോട് എല്ലാ കാര്യങ്ങളിലും സഹായം തേടാം എന്ന വാദമുണ്ട് എന്ന് നമ്മൾ പറയുന്നില്ല. അഭൗതികമായ കാര്യങ്ങൾ, ഉദാഹരണത്തിന് ജിന്നെ എനിക്കൊരു സന്താനത്തെ തരണേ, ജിന്നെ എനിക്കൊരു കുട്ടിയെ തരണേ, ജിന്നെ എന്റെ രോഗം മാറ്റണേ, ജിന്നെ എന്റെ സ്വർഗത്തിലെത്തിക്കണേ എന്നിങ്ങനെ ജിന്നിനോട് പറയാം എന്ന വാദം സക്കരിയ സലാഹിക്കില്ല. എവിടെയെങ്കിലുമുള്ള ഏതെങ്കിലും ഒരു ജിന്നിനോട് ഭൗതികമായ കാര്യങ്ങളും തേടാം എന്ന വാദവും സക്കരിയ സലാഹിക്കില്ല. ഒരു വാദവും എനിക്കില്ല, ഒക്കെ അടിച്ചേൽപ്പിച്ചതാ. സക്കരിയ സലാഹിയുടെ അപകടകരമായ വാദം എന്താണ്? നമ്മുടെ മുമ്പിലുള്ള ഒരു ജിന്ന്, ആ ജിന്നിന് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ ആ ജിന്നിനോട് സഹായം ചോദിക്കുന്നത് ശിർക്കല്ല എന്നതാണ്. അതും ചോദിക്കാമെന്ന് വാദല്ല. കണ്ടോ, നമ്മുടെ മുമ്പിലുള്ള ഒരു ജിന്നിനോട് അതിന്റെ കഴിവിൽപ്പെട്ട കാര്യം ചോദിക്കാം എന്നെനിക്ക് വാദമുണ്ട് എന്ന് പറഞ്ഞോ? ഇല്ല. അങ്ങനെ ആരെങ്കിലും ചോദിച്ചാൽ അതിന് ശിർക്ക് എന്ന് പറയരുത്. അത് ശിർക്കിലേക്കുള്ള വസീലയാണ്, അതുകൊണ്ട് ഹറാമാണ്. അപ്പൊ പ്രാർത്ഥിക്കാമെന്ന് വാദമില്ല, സഹായം തേടാമെന്ന് വാദമില്ല, എവിടെയെങ്കിലുമുള്ള ജിന്നിനോട് ഭൗതിക കാര്യം ചോദിക്കാമെന്നും വാദമില്ല. ഇതൊക്കെ ഉണ്ടെന്ന് നിങ്ങൾ പറഞ്ഞാണ് കഴിഞ്ഞ KNM ഇലക്ഷനിൽ നിങ്ങൾ സംഘടന പിടിച്ചത്. പാമര ജനങ്ങൾക്ക് മുമ്പിൽ ഒളിഞ്ഞും തെളിഞ്ഞും നിങ്ങൾ ഗൂഢമായി പ്രചരിപ്പിച്ചത്. അങ്ങനെ സക്കരിയ സലാഹിക്ക് വാദമുണ്ട് എന്നാണ്. സംഘടന പിടിച്ചിട്ടും ഇയാൾ പറഞ്ഞെന്താ, എനിക്കങ്ങനെ വാദമില്ല, ആരാണ് ഇത് പറഞ്ഞത് എന്ന് ചോദിക്കുകയും പിന്നെയും വിശദീകരിക്കും. അതൊക്കെ എന്നെ കുറിച്ചാ. ഈ അനീഫ പങ്കെടുത്ത യോഗത്തിലാണ് ഇത് പറഞ്ഞത്. അതേ യോഗത്തിൽ SLRC സംസ്ഥാന നേതാവ് ഡോക്ടർ ബഷീർ ഇപ്പോൾ ഒരു പുതിയ കൂട്ടർ വന്നിരിക്കുന്നു ഈ പ്രസ്ഥാനത്തെ അലങ്കോലപ്പെടുത്താൻ. സുറൂറിസവും മൗദൂദിസവും പല ഇസങ്ങളും തകർക്കാൻ വന്നത് ഇപ്പോൾ ഒരു പുതിയ ഇസം, ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കാം, സഹായം തേടാം എന്ന് പറയുന്ന ഒരു കൂട്ടർ. അടുത്ത ക്ലിപ്പിൽ അത് കാണാൻ നിങ്ങൾക്ക്. അതുപോലെ തന്നെ KV ഇവിടുത്തെ ഖുർആൻ പഠിപ്പിക്കുന്ന വലിയ ഉസ്താദാന്നും പറഞ്ഞിട്ട് പച്ച കള്ളം പറയാ. മരുഭൂമി ചെന്നിട്ട് ജിന്നിനെ വിളിക്കാം,
എന്താ അല്ല കുഴങ്ങിയോ? അല്ല കേൾക്കൂലേ? പരിശുദ്ധ റമളാനിൽ പോലും പച്ചക്കള്ളം തട്ടിവിട്ട് ശിർക്ക് ആരോപിക്കുകയാണ്. ഇപ്പോ KKP അബ്ദുള്ള എന്ന ചാരൻ സംഘടനയിൽ ഈ കള്ളക്ലിപ്പിന്റെ CD വിതരണം ചെയ്തു. അന്ധവിശ്വാസത്തിലേക്കൊരു പിൻവിളി എന്ന ബുക്കിറക്കി. കഴിഞ്ഞ KNM ഇലക്ഷനിൽ കോക്കസിന് വേണ്ടോളം ഉപയോഗിച്ചു. സംഘടന ഏതാണ്ട് 2 കഷ്ണമായി എന്ന് കണ്ടപ്പോ അവിടേക്ക് തന്നെ തിരിച്ചുപോയി, തറവാട്ടിലേക്ക് തന്നെ തിരിച്ചുപോയി ചാരൻ. KKP അബ്ദുള്ള ഇപ്പൊ പച്ച മടവൂരിയായി. 2002 കാലത്ത് സംഘടന പുലർന്ന കാലത്ത് ശബാബ് എടുത്തു നോക്കിയാൽ കാണാം KKPന്റെ ലേഖനം. അന്നവൻ മടവൂരിയാണ്. പിന്നെ അവന്റെ പ്രദേശത്തൊന്നും മടവൂരികൾക്ക് സ്വാധീനമില്ലാത്തത് കൊണ്ടും ഇവിടെ ചില പണികളൊക്കെ അദ്ദേഹത്തിന് എടുക്കാൻ കഴിയുമെന്ന നിലക്കും ഗൂഢാലോചനയുടെ ഭാഗമായി കുറച്ചാലതിലേക്ക് നിന്നു. അതാ സംഭവിച്ചത്. അവന്റെ ചാരപ്പണി കഴിഞ്ഞവൻ തിരിച്ചുപോയി. ഇപ്പൊ വേറൊരു ചാരം വന്നിട്ടുണ്ട്, നാസർ സുല്ലമി. 2010 വരെയും KNM ശിർക്കിലാണ് എന്ന് പറഞ്ഞു വാദിച്ചുകൊണ്ട് സൗദി അറേബ്യയിലെ മടവൂർ വിഭാഗത്തിന്റെ നാഷണൽ കമ്മിറ്റി